ഇന്നിപ്പോ നിൽക്കുന്നത് നമ്മളെ കേബേജ് തോട്ടത്തിലാണ്. അതാ വലിയ കൊട്ടയൊക്കെ എടുത്തതേ കേബേജിന്റെ വിളവെടുപ്പാട്ടെന്ന്. അപ്പൊ ആദ്യം നമ്മളെ കേബേജൊക്കെ ഒന്ന് കാണിച്ചു തരാം. പതുക്കെ പോണതിൻ്റെ ഉള്ളിലൂടെ സ്പീഡ് പോകാൻ പറ്റില്ല, കേബേജിന്റെ ഇലയൊക്കെ പൊട്ടുന്നോണ്ട്. ഉമ്മയും വന്നിട്ടുണ്ട്. ഉമ്മ അതിന്റെ ഏരിയയിലൊക്കെ ഇങ്ങനെ നടന്നു നോക്കിയിട്ട് കുറച്ച് ചീരയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറെ മുള്ളൻ ചീര തിന്ന് പറിച്ച് ഒഴിവാക്കുക കേട്ടോ. കേബേജൊക്കെ കുറെ ചീരന്റെ ഇടയ്ക്കായിപ്പോയി, പക്ഷെ ചീരന്ന് വരുമാനം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ചീര കളയാൻ പറ്റില്ലല്ലോ. ഇവിടെയൊക്കെ നല്ല കേബേജ് അല്ല, ഈ ഏരിയയിലൊക്കെ ശേഷം വിട്ടുവിട്ടാ ചീര ഉള്ളത്. അപ്പൊ ഇനി ആയ കേബേജൊക്കെ നോക്കാം കുഞ്ഞോളെ. വാ, ഇതാ ഒരു ഈ റേഞ്ചിലായ ഇതാ ഇങ്ങനെ തെറിച്ച് വെക്കും. ഇതൊക്കെ കായ് വന്ന കേട്ടോ. അത്യാവശ്യം നെക്കി നോക്കിയാൽ തന്നെ ടൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേബേജ് ആയി കഴിഞ്ഞാൽ. ഇനി പതുക്കെ അതിൽ വാ, സ്പീഡിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിൽ ലൈന് പിടിച്ചു കേട്ടോ. ലൈൻ എന്ന് പറഞ്ഞാൽ ഏരിയയിലൂടെ എങ്ങനെ വാ, ഇങ്ങോട്ട് നോക്ക്. അത്യാവശ്യം വലിയ കേബേജാണ്. 2 ദിവസം മുന്നൊക്കെ നമ്മൾ ഓരോ പച്ചക്കറി വാങ്ങിക്കാൻ വന്നവർക്ക് കേബേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1.5 കിലോയ്ക്കൊക്കെ മുകളിൽ കേബേജ് വരുന്നുണ്ട്, നല്ല കേബേജൊക്കെ ആയത്. കുറച്ചൊക്കെ ചീച്ചില് കാണുന്നുണ്ടല്ലോ അമ്മ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഇതങ്ങോട്ട് അതൊക്കെ നല്ല ചീഞ്ഞാണല്ലോ. കാലാവസ്ഥ ചെറിയ മാറ്റം വന്നപ്പോഴത്തേക്കും കേബേജിന് ചീച്ചിൽ രോഗം വരുന്നുണ്ട്. അതുകൊണ്ട് ആയത് വേഗം വേഗം വിളവെടുത്തില്ലെങ്കിലേ എല്ലാത്തിനും കൂടെ വന്നു കഴിഞ്ഞാൽ കേബേജൊക്കെ കുളമായിപ്പോകും. ഇതൊക്കെ നോക്ക്, സൂപ്പർ കേബേജ്. അപ്പം ഉമ്മനി പറിച്ചു തരുമോ ആയത് നോക്കിയിട്ട്? അപ്പം നമ്മൾ തുടങ്ങാം കേട്ടോ, പണി തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞില്ല രാവിലെ മഞ്ഞുള്ളതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ കയ്പയും വിളവെടുത്തത്. കയ്പ് പറിച്ച് വന്നപ്പോഴത്തേക്കും വെയിൽ വന്നിട്ടുണ്ട്. വെയിൽ നോക്കിയിട്ട് കാര്യമില്ല, റെയിൻ ഷെൽട്ടറിൽ ഉള്ളപ്പോൾ അത്ര വെയിൽ വന്നില്ല. ഭാഗ്യത്തിന് അങ്ങോട്ട് പറിച്ചെടുത്ത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അതാ ഇങ്ങനെയായിട്ടാ വിളവെടുപ്പ്, പറിച്ച് ഇങ്ങോട്ട് എടുക്കുക. ഉമ്മ ആയത് ഇങ്ങനെ തരുന്നുണ്ട്. കുഞ്ഞോളൊന്ന് പറിക്കുന്ന വെച്ചാൽ അതാ അടുത്തത്. ഇതെടുക്കട്ടെ. ഇങ്ങനെ ആക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുടയുന്നുണ്ട് കേട്ടോ, മണ്ണൊന്ന് കളയാന്. ക്ലീൻ ചെയ്യലൊക്കെ നമ്മൾ കുറച്ച് അപ്പുറത്ത് പോയിട്ടാ കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. കുഞ്ഞോൾക്കേ ഇടയ്ക്കിടയ്ക്ക് ഇതിലിങ്ങനെ വന്നിട്ട് അങ്ങോട്ട് വരാറില്ല, അപ്പം ഇങ്ങോട്ട് കൊടുന്ന കേബേജ്. നമ്മൾ ആവാത്ത കേബേജിന്റെ ഒക്കെ ഇല പൊട്ടിപ്പോകുക ഉണ്ടല്ലേ. സൂപ്പർ കേബേജ്, വെയിറ്റ് ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ ആയിട്ട് നമുക്കിത് തണലുള്ള സ്ഥലത്തേക്ക് മാറ്റണം. ഊട്ടിയിലും കർണാടകത്തിലൊക്കെ ഉള്ള പോലെ നമ്മൾ കേബേജ് തോട്ടായിട്ട് കാണിക്കാനൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു തോട്ടം തന്നെയാണ്. പക്ഷെ അങ്ങോട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേ ഇത് എന്തൊരു കള പിടിച്ച് കിടക്കുന്ന പോലെ തോന്നും. അത് ചീരയാണ്. നമ്മൾ പണിയെടുത്തിട്ട് ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ മളിച്ച് ചെയ്തിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഫ്ലെറി ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ചീരയും വരും, അതിനകത്ത് മുള്ളൻ ചീര വന്നു പോയി. പിന്നെ വലുതായ അത്യാവശ്യം വലുപ്പം വെച്ചുകൊണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് കട്ട് ചെയ്താൽ നമ്മുടെ കേബേജിന്റെ ഇലകളൊക്കെ പൊട്ടും. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കേബേജിന്റെ വലുപ്പം ക്ഷീണം കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കള പോലെ നിന്നത്. ചുവപ്പ് ചീരയൊക്കെ അത്യാവശ്യം നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെയും ഉണ്ട് കേട്ടോ. അതാ പറയുക, ചീര ഇടയ്ക്കിടയ്ക്ക് വരുമാനം തരുന്നതുകൊണ്ട് ചീര കളഞ്ഞുള്ളൊരു കേബേജ് കൃഷി പറ്റൂല. എന്തായാലും ഇടയ്ക്ക് ആ ഭാഗത്ത് കണ്ടല്ലോ കൂടുതൽ ചുവപ്പ് ചീര ഉണ്ട്. ഇന്നത്തെ ഡ്രസ് കോഡിൽ വ്യത്യാസമുണ്ട്. ക്യാബേജും കോളിഫ്ലവറും പറിക്കാൻ വരുമ്പോൾ ഷൂ ഒഴിവാക്കും കേട്ടോ. ഷൂ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഗ്യാപ്പിലൂടെ അങ്ങ് നടക്കാൻ കുറച്ചുകൂടി എളുപ്പം. ഷൂ പെട്ടെന്ന് തട്ടിയിട്ട് അതാ ഇപ്പം തന്നെ ഇങ്ങനെ ആയിട്ട് തന്നെ തട്ടിപ്പോകുന്നുണ്ട്. എപ്പോഴും നമ്മൾ കേബേജ് 2 മാസമൊക്കെ നമ്മളെ വിളവെടുക്കുക. ഇപ്രാവശ്യം ചൈനീസ് കേബേജ്, നമ്മൾ കസ് എന്ന് പറയുന്ന ചൈനീസ് കേബേജും കേബേജൊക്കെ പെട്ടെന്ന് ആയിട്ടുണ്ട്. നല്ല ഉറപ്പുണ്ടല്ലോ. 1.5 മാസം കഴിഞ്ഞ് 2 മാസം ആവുന്നേ ഉള്ളൂ. ഇതിനൊക്കെ കാരണം തരാം, നല്ല കാലാവസ്ഥ കിട്ടി, നല്ല തണുപ്പ് കിട്ടിയതുകൊണ്ടാണ് ഇതൊക്കെ കറക്റ്റ് സമയത്ത് ആയി കിട്ടിയത്. അതുകൊണ്ട് പുഴുക്കയുടെ രോഗങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം എന്താ ഇടയ്ക്ക് 2 മഴ കിട്ടി. ആ മഴ പെയ്തതിനു ശേഷമാണ് ഈ ചീച്ചിൽ കൂടി വരുന്നത് കേട്ടോ. കേബേജ് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഉണ്ടാവും. ഇങ്ങനെ ഓവർ നനവ് വന്നാലും ഒക്കെ ഇങ്ങനെ ഇതായി പ്രശ്നം വരും. ഇതാ ഇഷ്ടം പോലെ ചീഞ്ഞുണ്ടല്ലോ ഇവിടെ ഇങ്ങോട്ടേക്ക്. ഇതാ ഈ കേബേജിന്റെ ഉള്ളിലേക്കൊക്കെ വന്നിട്ടുണ്ടതാ, കുറച്ച് കാണിച്ചാ ഇങ്ങനെ ഉണ്ടാവും ചീഞ്ഞ. നല്ല കേബേജ് പറഞ്ഞാൽ ഇതൊക്കെ 1 കിലോയ്ക്ക് എടുത്ത് എന്തായാലും തൂക്കളതാ. ഇന്ന് കണ്ടോ, ചൈനീസ് കേബേജിന് നമ്മൾ ഇതുപോലെ ചീച്ചിൽ വന്നപ്പം മുകളിലൂടെ നന നിർത്തി. അതുപോലെ കേബേജിനും അങ്ങനെ നനയ്ക്കലില്ലായിരുന്നു. പക്ഷെ മഴ വന്ന് 2 മഴ കിട്ടി, വലിയ മഴ പെയ്തു. അപ്പം ആ മഴ പെയ്യുമ്പോൾ നനവ് തട്ടുമ്പോൾ ഇതാ ഇതുപോലെ ഈ ഗ്യാപ്പിലൊക്കെ വെള്ളം നിന്നിട്ട് ഇങ്ങനെ ചീഞ്ഞ് വന്നിട്ട്. എന്തായാലും കോഴികൾക്ക് ഈ ലൈനിലൊക്കെ കോഴികൾക്ക് പറിക്കാണ്ട്. വേറെ നമുക്ക് പുഴുവിന്റെ ശല്യമൊന്നുമില്ല. ഇടയ്ക്കര പച്ചപ്പുഴു ഉണ്ട്, അത് നമ്മൾ മരുന്നും കാര്യങ്ങളൊന്നും അടിക്കാത്തതുകൊണ്ട്
നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ ഓർഗാനിക്കായി ചെയ്യുമ്പോഴൊക്കെ പുഴുവിൻ്റെ ശല്യം ഉണ്ടാകും. എന്നാലും വലിയ എന്താ പറയുക, നമ്മളെ ക്യാബേജ് ഇന്ന് കേടാക്കിയിട്ടൊന്നുമില്ല പുഴുകൾ. ഇത് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മ അതാ പറഞ്ഞത്, ഇനി പെട്ടെന്ന് വിളവെടുത്തില്ലെങ്കിൽ ഉള്ളത് പോകുന്നു. ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് ടൈറ്റായിട്ടൊക്കെ പറിക്കാന്ന് വെച്ചു. ആരെ വരുന്നുണ്ടല്ലോ. ആ ക്യാബേജുകളോട് പറയണ്ട, ഏട്ടനാട്ടോ മോങ്കാക്ക വീഡിയോയില. മോങ്കാക്കൻ ഇപ്രാവശ്യം നമ്മളെ കസ് മൊത്തം വാങ്ങിച്ചിട്ടോ. ചൈനീസ് ക്യാബേജ് ഫുൾ ഓർഡർ മോങ്കാക്കാൻ്റെ. മോങ്കാക്ക് ഷോപ്പുള്ളതുകൊണ്ട് അവിടെ ഷവർമയിലൊക്കെ വെക്കാനായിട്ട് ഞങ്ങൾ അവൻ പറഞ്ഞ് വെയിലാണ് വേഗം പറിക്കണം, അതുകൊണ്ടാണ് വരാത്തത്. മോങ്കാക്ക അവിടെ നിന്ന് ഭയങ്കര വിലയായിരുന്നു വീട്ടിൽ. നമ്മൾ തോട്ടത്തിലേക്ക് വന്നില്ലേ. എന്താ സ്ഥിതി എന്നിട്ട് കസ് പറിച്ച് പറിച്ചാലോ? അപ്പൊ പറിച്ച് വെച്ചതൊക്കെ നമുക്കിനി തണുപ്പുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. ഉമ്മ പറിക്കുന്നുണ്ട്. മണ്ണ് കുടയണം, മണ്ണ് കുടഞ്ഞില്ലെങ്കിൽ ഫുള്ള് ഇതിൽ ആകെ മണ്ണാവും. ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർ ചിലവർ പറയും ഇങ്ങനെ തന്നെ വേണം കേട്ടോ, നല്ല ഭംഗിയാ. ഈ ഇലയൊക്കെ കളഞ്ഞാലും ഒരു ഭംഗി പറയും. പക്ഷെ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ കൊടുക്കുക. പക്ഷെ മൊത്തത്തിലുണ്ടെങ്കിൽ നല്ല സാധനം. ഉപ്പേരി വെക്കാനും ഈ ഇലക്ക് പറ്റും കേട്ടോ. ഇല തന്നെയല്ലേ ഇതൊക്കെ പറ്റും. നമ്മളിവിടെ ഉണ്ടാക്കിയത് കാണാനും ചില ആളുകൾക്ക് ഇത് പെട്ടെന്ന് കാണുമ്പോഴേ നല്ല ഭംഗിയുണ്ട്. ഇതെടുത്ത് ഇനി അങ്ങോട്ട് പോവാ. വെയിറ്റ് ഉണ്ട്. ചീര പറിക്കണം. ക്യാബേജ് കുറച്ചുകൂടെ വേണ്ടി വരും. നോക്കട്ടെ, ഇതൊന്ന് വെച്ചോട്ടെ എത്ര പീസ് ഉണ്ടെന്ന്. ഇന്ന് നമ്മള് വിളവെടുപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓർഡർ എടുത്തപ്പോൾ എല്ലാവർക്കും ക്യാബേജ് വേണം. അപ്പൊ പരമാവധി ആയതൊക്കെ ഒന്ന് പറിക്കമ്മ. ഇന്നും മഴക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വെയിലിടക്ക് ഇങ്ങനെ പോയെങ്കിലും വിങ്ങലുണ്ട് നല്ല. ഇവിടെ കുറച്ച് കളയല്ല ചീര കുറവുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് ക്യാബേജ് നല്ല കറക്റ്റായിട്ട് കാണാം. ശരിക്കും ഇതൊരു ക്യാബേജ് തോട്ടമായിട്ട് ഇവിടെ വന്നാൽ കാണാം. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി കിട്ടാത്തത് ഈ ചീര ഇടയ്ക്ക് വന്നുകൊണ്ടാണ്. ചീര മുള്ളൻചീരയൊക്കെ കയറി വന്നുകൊണ്ടാണ്. ഇവിടെ ഫാമിൽ വരുന്നവരൊക്കെ ഇത് കാണാൻ വരുന്നുണ്ട്. ക്യാബേജ് തോട്ടമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ശരിക്കും. മൾച്ച് ചെയ്ത് കൃഷി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇതുപോലെ സ്ലറി ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം നല്ല കരുത്തിൽ കിട്ടൂല. പിന്നെ നമുക്ക് ഇതുപോലെ ഓർഗാനിക് ആണെന്ന് പറയാനും പറ്റില്ല. അതിലൊക്കെ നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ഇത് നമ്മൾ പ്യുവർ ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ കളൻ്റെ ശല്യം ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് പടുമുള വരും, ചീര അങ്ങനെയൊക്കെ വരും. അപ്പോൾ തോട്ടം ചെത്തി ഓരോ സമയത്തും നടക്കും. ക്യാബേജിനൊക്കെ മണ്ണ് കയറ്റി കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയേനു. അത് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, പിന്നെ ഇത് പൊന്തി കഴിയുമ്പോൾ നമുക്ക് നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടാവും അതിൻ്റെ ഇടയ്ക്കൊക്കെ. ആ സമയത്താണ് ഇതുപോലെ ചീരയും കളയൊക്കെ കയറി പിടിക്കുന്നത്. ഇപ്പൊ വെയിൽ കുറച്ച് കുറവുണ്ട്. ഇതുപോലെ നമുക്ക് ഇവിടുന്ന അത് ചാക്ക് എടുത്തത്. ഈ ചാക്ക് മുഴുവനായിട്ട് നമുക്ക് ക്യാബേജിൻ്റെ എല്ലാം ഉണ്ടാവും. കോഴികൾക്ക് തീറ്റ കൊടുക്കാനുള്ള അത് നിറയ്ക്കാനുള്ളതാണ് ഈ ചാക്ക് എടുത്തിട്ടുള്ളത്. കത്തി പിന്നൊന്ന് ക്ലീൻ ചെയ്യാൻ മതി, കട്ട് ചെയ്യാൻ വേണ്ട, നമ്മൾ പറിച്ചെടുക്കാണ്. ഇനി നമ്മൾ അടുത്ത പച്ചക്കറി വേഗം നമുക്ക് അവിടെ നട്ടു കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങോട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ എളുപ്പം പരിപാടി ചെയ്യും. അപ്പൊ നമ്മളെ ക്ലീനിങ് തുടങ്ങി. നല്ല അടിപൊളി ക്യാബേജ്. ഇത്ര ഇല കളഞ്ഞാൽ മതി, ബാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭംഗി കിട്ടൂല. ഇതൊന്നും ഉമ്മ നന്നാക്കി വെച്ചതാ, ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. ഉമ്മപ്പത്തിന് ഐബ് കരഞ്ഞതുകൊണ്ട് പോയി. ഇതെന്തൊരു ഷേപ്പില്ലാത്ത. അല്ല അത് തുടക്കത്തിലൊക്കെ നമ്മൾ പുഴുവിൻ്റെ ശല്യമൊക്കെ വന്നിട്ട് പിന്നെ കൂടി വരുമ്പോൾ ഇങ്ങനെ ആവുന്ന അത് കുഴപ്പമില്ല. ഉള്ളിൽ നല്ല ക്യാബേജാ. ചീച്ചിൽ മാത്രം നോക്കിയാൽ മതി, ചെറിനൊക്കെ ചീച്ചിൽ വരും. അത് നമ്മൾ മാറ്റിയിടണ്ടോ, ഇതിന് ചീച്ചിലുള്ള ഇത് നമ്മൾ മാറ്റിയിടണം. കൊട്ടയിലിട്ട് വെക്കാം. ഇത് പറ്റും, എന്നാൽ നമുക്ക് കൊടുക്കുന്നതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കുറേ എണ്ണത്തിന് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പുറത്തത് കാണൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ 2-3 ഇല ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇല്ല ഇത് കേടുണ്ടോ നോക്കണ്ട. അല്ല അടിപൊളി ക്യാബേജില്ല, അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. അതിന് സൂപ്പർ ഒന്ന്.
ഓക്കെ, കുറച്ച് വെയിറ്റ് ഉണ്ട്. ഒക്കെ 2 കിലോ ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ? ഇനിയും കാബേജ് അവിടെ നിന്ന് എടുത്തു വരാണ്ട്, വെയിൽ പിന്നെയും വരുന്നുണ്ട്. അപ്പൊ വേഗം ഉള്ളത് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. കുഞ്ഞോട് ഓരോന്നിങ്ങനെ വാങ്ങി വെച്ചുകൊണ്ട് ഹെൽപ്പായി. ഞാൻ പറഞ്ഞ ഒരു പുറത്തൊരു കുഴപ്പമില്ല, ഉള്ളിലേക്ക് ഇതിങ്ങനെ പറ്റും, കുറേ ഉള്ളിലേക്ക് തൊലിച്ചു പോയാൽ പറ്റും. അതൊക്കെ നമുക്ക് കൊടുക്കാൻ, പൈസക്ക് കൊടുക്കാൻ പറ്റില്ല. അറിയൊക്കെ എടുത്തതാ. ഇതൊക്കെ ഉണ്ടല്ലേ, ഈ ഒരു പ്രശ്നം വന്ന് നമ്മ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ വിളവെടുപ്പ് സ്പീഡിലാക്കിയത്. വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പരക്കും. ഇതൊന്നും പിന്നെ നമുക്ക് രോഗത്തിന് നിർത്താൻ കഴിയൂല. തുടക്കത്തിൽ ചൈനീസ് കാബേജിന് ഈ പ്രശ്നം കൊണ്ടാണ് നമ്മൾ പിന്നെ വേഗം ഒഴിവായത്. നമ്മൾ വിളവെടുപ്പ് സ്പീഡാക്കി. അടുത്തത് ഇതില്ലേ പണി കിട്ടുന്നത് ഇതാ. അപ്പൊ 4 കാബേജ് നമുക്ക് ഡാമേജ് ആയിട്ടുണ്ട്. ബാക്കി എല്ലാം എടുത്തിട്ട് വരട്ടെ. അപ്പോൾ കുറച്ച് കൂടുതൽ പറിക്കേണ്ടി വരും. നമ്മളിപ്പോൾ 4 ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റാതായിട്ടുണ്ട്. ബാക്കി എടുത്തിട്ട് വരാം, കൊട്ട വേണ്ടി വരും. അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഒക്കെ കൃഷിയിൽ പറഞ്ഞതാണ്, ലാഭവും നഷ്ടമൊക്കെ. ക്യാബേജ് നമ്മൾ കോളിഫ്ലവർ ഒക്കെ പറിച്ച പോലെ കറക്റ്റ് തൂക്കത്തിന് പറിക്കാൻ വയ്യ. ഇപ്പൊ കുറെ എണ്ണം കണ്ടില്ല, ക്ലീൻ ചെയ്തതിലൊക്കെ കേട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇവിടെ നിന്നൊക്കെ പറിച്ചെടുക്കാം. ഇതായതല്ലേ, അവിടെ ആയിരുന്നു. ശരിക്കും നമുക്ക് വിളവെടുപ്പ് തുടങ്ങിയാൽ ഒരു 1.5 മാസം വരെയൊക്കെ കാബേജ് നിർത്താൻ കഴിയുമോ? 1.5 ഇല്ലെങ്കിൽ 1 മാസം വരെയൊക്കെ നമ്മൾ എന്തായാലും നിർത്തലുണ്ട്. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റും തോന്നില്ല. എന്ന് വെച്ചാൽ കുറേ ആയി വരാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തുടങ്ങി അങ്ങോട്ട് കൊടുക്കാണ്ട് ഈ ഒരു രോഗം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് വിളവെടുപ്പ് നമുക്ക് സ്പീഡിൽ തന്നെ തീർക്കേണ്ടി വരും. കുഴപ്പമില്ല വരെ. എന്താ ചെയ്യാ, മാറ്റി വെക്കട്ടോ. അത്യാവശ്യം നല്ല കാബേജൊക്കെ ആയി വന്നപ്പം പ്രശ്നങ്ങളും വരൽ തുടങ്ങി. ചിലതിന് കുറച്ച് ഉറപ്പിടുന്നാണ്ടിന്. അപ്പോൾ ഇങ്ങനെ കയറ്റി ചെത്തിക്കഴിഞ്ഞാൽ ഉണ്ടോ ഈ റേഞ്ചിലാക്കാനല്ലേ പറഞ്ഞേ? ഇത് വലിയ കുഴപ്പമില്ല. നോക്കട്ടെ എന്തായാലും കൂടെ. ഇത് ചീച്ചിലല്ല, പുഴുവിൻ്റെ ശല്യ. എല്ലാം വരുന്നതാണ് പുഴുവിൻ്റെ. അത് ഒരു കളിച്ചാൽ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. നനവ് കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല നനവാ. ഇതും കൂടെ ഒന്ന് എടുക്കട്ടെ, നല്ലൊന്ന് വൃത്തിയാവുള്ളൂ. ഇതൊക്കെ നമ്മൾ കൃഷിയിടത്തിൽ വന്ന് കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് അവരൊക്കെ ഇത് കേടായതൊക്കെ കൊടുക്കുക എന്നുള്ളൊരു ഇത് പറയേണ്ട ചെയ്തു. നോക്കാം, നല്ല ഫ്രഷാണ് സംഭവം. അങ്ങനെ ആ ഉള്ളിലെടുക്കാൻ പിന്നെ കുറച്ച് പണി, ഒട്ടി നിൽക്കും. അടിപൊളി. പിന്നെ കൊണ്ടുപോയാലൊക്കെ പറഞ്ഞത് കുറച്ച് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറിയൊക്കെ വിളവെടുത്ത സമയത്ത് ആയത് കൊടുത്തിരുന്നു. അന്നൊക്കെ അവർ പറഞ്ഞത് നല്ല ഉറപ്പുണ്ട് അല്ലേ, അങ്ങനെയല്ല ഒരു സോഫ്റ്റ് അല്ല, ഒരു കഴിക്കാൻ നല്ല കറുമുറുവാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത്യാവശ്യം നല്ല വെള്ളം ഒഴിക്കേണ്ടതല്ലേ, വെള്ളം കൂടെ നല്ല പൊടിഞ്ഞു വരുന്നില്ല. നമ്മൾ ഉപ്പേരി വെക്കുമ്പോഴൊക്കെ അതിലൊക്കെ നല്ല വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാട്ടോ അങ്ങനെ കറക്റ്റ് നമ്മൾ പറയില്ലേ വെള്ളം ഒഴിക്കേണ്ട. ചില ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ വെള്ളം കൊണ്ട് പൊന്തെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ബത്തേരിയുള്ള ചേച്ചി നല്ല റിസൾട്ടാണ്, ക്യാബേജ് സൂപ്പറാന്ന് പറഞ്ഞിരുന്നു. ബ്രൊക്കോളി ഒക്കെ വാങ്ങിച്ച് ചേച്ചി നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിച്ചതായിരുന്നു. ബത്തേരി എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട്ടിൽ തന്നെ സ്ഥലമാട്ടോ ബത്തേരി. അപ്പോൾ ചേച്ചി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും വേണം, ഉള്ളതൊക്കെ നല്ല ടേസ്റ്റാണ്, ഞങ്ങൾ കഴിച്ചിട്ട് വിളിക്കാൻ വിളിച്ചിട്ടാന്ന് പറഞ്ഞു. നല്ല അഭിപ്രായം പറഞ്ഞത്.
ഇത്രയും നമ്മൾ കോഴികൾക്ക് തീറ്റ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ, ഇല്ല, ഒക്കെ ശ്രദ്ധിച്ച് തന്നെ എടുത്തത്. എത്രയുണ്ട് ഇവിടെ കണ്ടോ, നമുക്ക് ഡാമേജ് ആയി വന്നത് ചീച്ചിൽ രോഗം വന്നതുകൊണ്ട് 5 ക്യാബേജ് നമുക്ക് മാറ്റിയൊക്കെ വന്നിട്ടുണ്ട്. കൊടുക്കാനുള്ളതാണ്, നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് കൊടുക്കാനുള്ള ഓർഡറിലേക്കുള്ളതാണ്. നമ്മളെ ക്യാബേജിൻ്റെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ 1.5 മാസം വരെയൊക്കെ നമുക്ക് നിർത്തണം എന്നുണ്ട്, എന്നാൽ ചെറുതൊക്കെ ആവാനൊക്കെ ഉണ്ട്. അപ്പം ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഫാമിൽ വരികയാണെങ്കിൽ ഇതുപോലുള്ള അടിപൊളി ക്യാബേജൊക്കെ കൊണ്ടുപോകാം. ക്യാബേജ് വിളവെടുപ്പ് നമ്മൾ കുറച്ച് നീണ്ട ഒരു ലോങ് പീരീഡാണ്. ബ്രൊക്കോളിയും കോളിഫ്ലവറും പോലെ പെട്ടെന്ന് ഒന്ന് 2 ദിവസം കൊണ്ടൊന്നും പറിച്ചു തീർക്കണ്ട. നിൽക്കുകയാണെങ്കിൽ കുറച്ച് സമയം നിൽക്കേണ്ടതാണ്. അപ്പം ചീച്ചിൽ രോഗം നമ്മൾ മാക്സിമം ഉള്ളതൊക്കെ ഒന്ന് കുറച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ പ്രതീക്ഷ 1 മാസമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാബേജൊക്കെ നിർത്താം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലൊക്കെ നമ്മുടെ പച്ചക്കറി വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ ഓർഡർ തരിക. ഇന്ന് മുതലാണ് നമ്മളിതിൻ്റെ വിളവെടുപ്പ് തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ 1-2 ക്യാബേജൊക്കെ ആവശ്യക്കാർക്ക് പറിച്ചു കൊടുത്തിരുന്നു, പക്ഷെ കുറച്ച് കൂടുതലായിട്ട് പറിക്കുന്നതെന്നാണ്. അപ്പോൾ വേഗം വന്നോളി, ഇതാ നല്ല അടിപൊളി ക്യാബേജ് കൊണ്ടുപോയിക്കോളി.